വിഷുവിന് ഗുരുവായൂർ ക്ഷേത്രം ഒഴിവാക്കാൻ കഴിയില്ല. വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന, അല്ലെങ്കിൽ ഭക്തർ ഒരുപാട് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് ഭക്തിയോട് ഉണ്ണിക്കണ്ണനെ കണ്ട് ഭക്തർ സായുജ്യമടഞ്ഞ് അങ്ങനെ മടങ്ങുകയാണ്. വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. കിരണെ, കുറച്ച് മുമ്പ് കിരണിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ കിരണിനെ ഇവിടുന്ന് കിട്ടുന്നില്ല എന്നൊക്കെയാണ് PCR നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം കാണാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കിരണിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ കിരൺ അവിടെ ഇല്ലായിരുന്നു. എന്തായാലും എന്താണ് കിരണെ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗുരുവായൂർ ക്ഷേത്രമാണ് ഇന്ന് വിഷുവിൻ്റെ ഏറെ വലിയ ശ്രദ്ധാകേന്ദ്രം. ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ട് വിഷുവിന് പുണ്യം നുകരാൻ അങ്ങനെ ആളുകൾ ആയിരക്കണക്കിന് അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. എന്തൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ? ഉമേഷ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ 2:42 മുതൽ 3:42 വരെ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനമുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ, അതായത് ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനം അടക്കമുള്ള മറ്റ് ചടങ്ങുകളാണ് പ്രധാനമായിട്ടും ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളത്. അതോടൊപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഭക്തജന തിരക്ക്, പ്രത്യേകിച്ച് ഈ വിഷു ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രം അത് ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് ഇന്ന് ഗുരുവായൂരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരക്കടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം ഏതായാലും ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ വിഷുവോട് അനുബന്ധിച്ച് മറ്റ് ചടങ്ങുകളൊന്നും പ്രധാനമായിട്ടും ഇല്ലെങ്കിൽ പോലും വിഷുദിനത്തിൽ രാവിലെയുള്ള ഈ കണി ദർശനമടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും നടന്നിരുന്നത്. ഇന്ന് രാവിലെ 2:45 തന്നെ ഈ കണി ദർശനം ആരംഭിച്ചു. ഏകദേശം 1 മണിക്കൂറോളം ഈ കണി ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പതിവ് ക്ഷേത്ര ചടങ്ങുകളിലേക്ക് കടന്നത്. 3:42 ശേഷമായിരുന്നു നിർമ്മാല്യ ദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ വിഷുദിനത്തോടനുബന്ധിച്ച് വിഷു സദ്യ അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് നിലവിലിപ്പോൾ ഗുരുവായൂർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, കിരണ, ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ ആണോ കണി ഒരുക്കിയിരിക്കുന്നത്? പുറത്ത് ഭക്തർക്ക് സാധാരണ അവിടെ പുറത്ത് വലിയ നടപ്പന്തലിൻ്റെ സമയത്തൊക്കെ കണി ദർശനമൊക്കെ ഒരുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഒരുക്കിയിട്ടുണ്ടോ? ഉമേഷ്, കണി ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്ര ഗോപുരത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് പുറത്ത് ഈ മതിൽക്കെട്ടിന് പുറത്തുള്ള കാഴ്ച തന്നെയാണ്. ഈ ഗോപുരനടയുടെ പുറത്തുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും മണിക്കൂറുകൾ നീണ്ട ക്യൂ. അതായത് ഈ ഇന്ന് 2:42 സാധാരണ ഗതിയിലേക്കാളും നേരത്തെ തന്നെ ഇന്ന് ക്ഷേത്ര നട തുറന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഭക്തജന തിരക്കടക്കമുള്ളവ കണക്കിലെടുത്തുകൊണ്ടാണ് നേരത്തെ ക്ഷേത്ര നട തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയ ക്രമീകരണം ഇന്ന് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ തന്നെ ഭക്തരെത്തി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗുരുവായൂർ കാണാൻ സാധിച്ചിരുന്നത്. ഈ കണി ദർശനം കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തർ ഇന്നലെ മുതൽ തന്നെ ഗുരുവായൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു നീണ്ട നിര, അതായത് ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഗോപുര നടകൾക്ക് മുമ്പിൽ, അതായത് 4 ഗോപുര നടയിലും തന്നെ വലിയൊരു ഭക്തരുടെ തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, ഈ കണി കണ്ട സായുജ്യമടഞ്ഞ ഭക്തരുടെയൊക്കെ ചെറിയ പ്രതികരണങ്ങൾ കൂടി കിട്ടിയാൽ അത് വളരെ മനോഹരമായിരുന്നു. അത്തരം സാഹചര്യം ഉണ്ടോ അവിടെ? ഉമേഷ്, ഏതായാലും പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാം. ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തരെ അവരിൽ നിന്ന് തന്നെ പ്രതികരണം. ചേട്ടാ, തൊഴുതോ? കണി ദർശനം കണ്ടിരുന്നു? ഇല്ല, ഇവിടെ നിന്നും, അതായത് ദർശനം കണ്ട് ഇറങ്ങുന്ന ഭക്തരുടെ പ്രതികരണം അറിയുകയാണ്. അമ്മേ, ദർശനം കണ്ടു? ദർശനം കണ്ടിരുന്നോ? കണ്ടു ഇപ്പൊ കണ്ടു. കണി കണ്ടിരുന്നോ? കണി കണ്ടിരുന്നോന്ന്? കണി കണ്ടില്ലേ, അപ്പോഴേക്കും കഴിഞ്ഞു. തിരക്കായിരുന്നു രാവിലെ മുതൽ. ഇന്ന് നേരത്തെ എത്തിയതാണോ? നേരത്തെ എത്തി, തിരക്കായിരുന്നു. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട്. എവിടെന്നാ വരുന്നത്? വെളപ്പായ, ശിവന്റെ അമ്പലത്തിൽ വെളപ്പായ മെഡിക്കൽ കോളേജ്. ഉമേഷ്, ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ മുതൽ എത്തി ക്യൂ നിന്നിരുന്ന ഭക്തർക്ക് തന്നെ പലർക്കും ദർശനം കാണാൻ കഴിയും, അതായത് കണി ദർശനം കാണാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു തിരക്ക്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തലേ ദിവസം, അതായത് ഇന്നലെ മുതൽ തന്നെ ഭക്തർ ഗുരുവായൂരെത്തി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഗുരുവായൂർ അനുഭവപ്പെട്ടിരുന്നത്. ദർശനം കണ്ടോ? കണി ദർശനം
ഏതായാലും ഉമേഷ് നേരത്തെ പലർക്കും അതായത് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഭക്തരെയും സംബന്ധിച്ച് അവർ നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. പലർക്കും കണിദർശനം കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു തിരക്ക് തന്നെ, അതായത് വലിയൊരു തിരക്ക് തന്നെയായിരുന്നു ഈ കണിദർശനത്തിന് വേണ്ടി ഈ വിഷുദിനത്തിൽ ഗുരുവായൂർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.